സ്റ്റാറ്റസ് എത്തിയോ? ഇവിടെ അടുത്തെത്തി. ഡോണ്ട് വറി. ഓക്കെ. വിജയ് എന്നിങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എവിടെ എത്തി? എത്ര ടൈം എടുക്കും കറക്റ്റ്? പിങ്കി ഞാനൊരു 15 മിനിറ്റ്സിലെത്തും. ഓ മൈ ഗോഡ്, ഏത് റൂട്ടാ വരുന്നേ? പിങ്കി ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാം. നല്ല ട്രാഫിക് ഉണ്ട്, തിരിച്ചു വിളിക്കാം. വിജയ് why you always late? Okay, I'll see you there. സാറേ, അതൊരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാ സാറേ. അത്യാവശ്യമായിട്ടൊന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഇത് മിണ്ടുന്നില്ല, ഒന്ന് വേഗം. എന്ത് പരിപാടിയാണ് ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം നടത്തുന്നത്? ഒരു 5 മിനിറ്റിലെല്ലാം എന്താ ഇങ്ങനെ ഒരു ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടോന്ന് അറിയോ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെ. കുറച്ച് നേരമായി 5 മിനിറ്റ്സ്. ഇപ്പൊ എത്തും, ഇപ്പൊ എത്തിക്കാണും, ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അതൊക്കെ തന്നെ പറയാറില്ലേ? ഇല്ല ഈ ഏരിയ ഇവിടെ അടുത്തെത്തി. എനിക്കിത് വേണം. ഐ ഡിസേർവ് ഇറ്റ്. ഐ നെവർ ടച്ച് യു. ചേട്ടൊന്ന് വേഗം വിടുവോ? വേഗം ആവട്ടെ. ഞാൻ ഇറങ്ങണ്ടല്ലോ. വേണം മേഡം, ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല. ഇറങ്ങും. വേഗം ഉണ്ടോ? ക്യാഷ് വേണം. ഹലോ you spoiled everything. ഹലോ മേഡം. മേഡം മൊബൈൽ ഇവിടെ എനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണേ. സാറാ കൊച്ചിനും പൊക്കിണ്ടോ ഇപ്പൊ താഴെ വീണതാണ് സാറേ. ഈ ഫോണേ ആരോ വിളിക്കുന്നുണ്ട്. വണ്ടി എടുത്താൽ പറ്റി. ഒരു മിനിറ്റിനകം താൻ ഇങ്ങോട്ടേക്ക് എത്തില്ല. ഇവന്റെ കയ്യിന്ന് പോകും. താനിനി ഒന്നും പറയണ്ട പ്ലീസ് പിങ്കി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. ഞാൻ എന്തിനാ താൻ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആവുന്നേ? എക്സ്ക്യൂസ് മീ. ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. Uncle, I beg of you. I don't want to put you in a problem. നാണാവുന്നിട്ട് എനിക്ക്. ഐ തോട്ട് യു ഹാവ് സം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാനേജ് തുറന്നു. ഇനിയിപ്പോൾ ഇതെൻ്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്. I'm sorry. 5 minutes ഞാൻ എല്ലാം റെഡിയാക്കാം. വണ്ടി എടുക്ക. Wait. എന്താ? ഒന്ന് വണ്ടി എടുക്കാവോ? എന്താ? ഇവിടുന്ന് പോവാം. വണ്ടി എടുക്ക്. അപ്പൊ ഇറക്കണ്ടേ? വേണ്ട. എന്താ? 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം. പ്ലീസ് വണ്ടി എടുക്ക്. പ്ലീസ്. ഇത് ഞാൻ Why are you irritating me? എല്ലാം സ്പോയിൽ ചെയ്തിട്ട്. പറയുന്ന കള്ളാണെന്ന് കേൾക്കുന്ന ആളെ വിചാരിച്ച പിന്നെ എത്ര വലിയ സത്യമാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് എന്റെ ഭാഗത്താ. മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാന്ന് ആരും പറയുന്നില്ല ഇവിടെ. എന്താ? ഡീസൽ അടിച്ചിട്ടില്ല അല്ലേ? So you decided to spoil everything. തുടങ്ങിയ 2 ബിസിനസ്സും ഫെയിൽ ആയിട്ട് മൂന്നാമതൊരെണ്ണത്തിന് ഇറങ്ങി തിരിച്ചതേ കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാ. തോറ്റു മുമ്പ് പേടിച്ച് മാറിയിരിക്കാനുള്ളതല്ല ലൈഫെന്ന് കാണിച്ചു കൊടുക്കാനാ. ഇനി ഇതിന്റെ അകത്തിരുന്നിട്ട് എന്തിനാ? വിജയ് സൂപ്പർ എത്ര ഒച്ചത്തെ വിളിച്ചു കുവയാലത്ത് ആ സൂപ്പർ ആവില്ല. സൂപ്പർ ആവണെങ്കിലേ ഉള്ളിലൊരു വലിയ ഡി വേണം, ഡിസിപ്ലിൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സ്റ്റക്ക് ആയി പോയി. ഒരു ആക്സിഡന്റ് ഞാൻ ഇറങ്ങണമായിരുന്നു. അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ പറയുമായിരിക്കും ഹോട്ടലിൽ സ്റ്റാർട്ടേഴ്സ് റെഡി ആവാൻ ലേറ്റ് ആയിന്ന് അല്ലേ? ഓക്കെ, ആ ബില്ല് എവിടെ? എടോ, ഈ സാധനം വാങ്ങിച്ച ഹോട്ടലിലെ ബില്ല് എവിടെയെന്ന്?
വണ്ടിയുള്ള സാധനം തിരിച്ചേൽപ്പിച്ച 25% കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് ഇന്ന് തന്നെ അങ്കിളുടെ കാര്യങ്ങൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. ബില്ലിതാ. ബില്ല് എന്തിയേ? ഇതൊന്നും ഹോട്ടലിൽ നിന്നല്ല. പിന്നെ ഇത് മുഴുവൻ ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്ന് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞാൽ താൻ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? അതല്ല പിങ്കി, കാശ് മിച്ചം വല്ലോണ്ട് ഡീസൽ അടിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടേക്ക്. ദാറ്റ്സ് ലാസ്റ്റ് ജോബ് ഫോർ യു. മക്കളെ ഫോണൊന്ന് ഇതാരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. എടോ ഗോവിന്ദ, ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? ഇയാളുടെ ഒരു കസിന്റെ മകളുടെ എൻഗേജ്മെന്റ് ഇന്നലെ തൃപ്പൂണിത്തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാ. ഇരിക്കണോ? എടോ ഇവന്റെ പേര് ഞാൻ വിശാല്. ഇയാളിപ്പോ ഡൽഹിയിൽ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലാണ്. ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സിമിലർ കമ്പനിന്ന് നല്ലൊരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഇവനെ പറഞ്ഞു വിടാനെന്ന് ഞങ്ങക്ക് 2 പേർക്ക് നിർബന്ധമുണ്ട്. അല്ല, ഇവിടുത്തെ ആളെവിടെ? പൗർണമി മോളിലുണ്ട്, ഇപ്പൊ വിളിക്കാം. മോളെ പിങ്കി. ആരാ? ഡാഡിയാ. ഹലോ. മോളെ എവിടെയാ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ. ഞാൻ ശ്രേയയുടെ കൂടെ ഒന്ന് പാർലറിൽ വന്നതാ. ഓക്കെ ഓക്കെ, ഒന്ന് പെട്ടെന്ന് വാ. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അയ്യോ, എന്ത് പറ്റി? കം സൂൺ. ഒരു ഹാഫ് ആൻ അവർ ഞാൻ ദേ എത്തി. ഓക്കെ. യു ലീവിംഗ് നൗ? ഡാഡിക്ക് എന്തോ വയ്യാന്ന്. ഓക്കെ. ഐ വിൽ ടെക്സ്റ്റ് യു. ബൈ. ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഇവിടെ ഒരു സീൻ അബദ്ധമായിട്ട് കൂട്ടിയാൽ മതി. അബദ്ധം ഇതാണോ അബദ്ധം? അറിയുന്നകൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാ ശരി രാധേ. അടുത്ത ആഴ്ച ഒന്നുകൂടി വരാം കേട്ടോ. ശരി ശരി. എന്റെ അച്ഛമ്മയാ. ഓ വേണുഗോപാൽ. മേനോൻ. പിങ്കി ഇരിക്കട്ടോ മോളെ. ഇവന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ വീടുകളിലോ ചടങ്ങുകൾക്കോ ഒന്നും പോകാറില്ല. പിന്നെ ഇവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം കൂടെ വരണമെന്നും പിന്നെ മോളെ ഒന്ന് കാണണമെന്നും ഒക്കെ തോന്നി. എടാ അതങ്ങോട്ട് കൊടുത്ത ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. പൈസ ഒറ്റയ്ക്ക് വിട്ടാലേ ആ കാശും താക്കോലും നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവനങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള സാമർഥ്യം ഒന്നും ഇവനില്ല. ഇപ്പം ഇവിടുന്ന് പോയത് ഒരു പെണ്ണുകാണൽ കൂട്ടരാണെന്ന് മനസ്സിലായി. ഇവൻ പറഞ്ഞു മോക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ചു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ലെന്ന്. പറഞ്ഞറിഞ്ഞിടത്തോളം ഈ മോള് ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങളുള്ളവളാ. സമയമാവുമ്പോൾ അവള് പറഞ്ഞോളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ അറിവുള്ളവർക്കെങ്കിലും കഴിയണ്ടേ?